അയ്യ ഇക്കൊല്ലത്തെ വെയിലാകാ വറ്റിൽ ഉണങ്ങണേ ഇല്ല. സൂര്യന് വയസ്സായി തോന്നുന്നു. എന്താ അത് വെയില് മൂത്ത് കാക്കിടക്കം കാർത്തിക്കുന്നു എന്നിട്ട് നിന്റെ വറ്റിൽ ഉണങ്ങിയില്ലടി. പാലക്കാട്ടിലെ വെയില് പറഞ്ഞ പഞ്ചസാര അടക്കം പച്ചവെള്ളമാകും. ഇതെന്ത് വെയില്, തിരുമ്പിയിട്ട് അടിപ്പാവടി അടക്കം ഉണങ്ങിയിട്ടില്ല 10 ദിവസമായിട്ട്. എന്താ നിങ്ങൾ കൂട്ടം കൂടാണ് അടിക്കുന്ന വെയിലിനെ കുളത്തിൽ പോയിട്ട് കൂളം കൂട്ടിനെ കൂടെ കിടക്കാവോ? അത് നീയൊക്കെ ഒരു പാലക്കാട്ടുകാരനാണ്ടാ. അതൊക്കെ എന്റെ അപ്പൻ ശരിക്കുള്ള പാലക്കാട്ടുകാരനാണ്. അതിന് മുത്തപ്പൻ എന്താ കാട്ടിയത്? എന്താ ഇനി കാട്ടാനുള്ളത്? നാട്ടുകാരന്റെ അടുത്ത് ചുപ്പാട്ട് ഞാനാണെന്ന് കേട്ടാ അറിയില്ല, എന്നാ ചൂട് ചുപ്പാട്ട് ഞാനാകട്ടെ നാട്ടുകാരെ കിളികെട്ടും. ഒരിക്കലേ എന്റെ അപ്പനെ ഉമ്മത്തെ കോലയിൽ വന്നിരുന്നിട്ടേ ഇതെന്ത് വെയിലാണ്, തിരുമ്പിയിട്ട തുണിയെ ഉണങ്ങിയിട്ടില്ല എന്നിട്ടേ വാക്കിക്കൊണ്ടേക്ക് തീ വെച്ച ആളാണ്. എന്നിട്ട് എന്ത് മിനിറ്റ് കൊണ്ട് തുണി ഉണങ്ങി. എന്നിട്ടെന്താണ് അപ്പുറത്തുള്ള വേലി കത്തി, അപ്പുറത്തുള്ള പറക്കക്കള, പഞ്ഞിക്കള ഒക്കെ കൂടി കത്തിയും കൊണ്ട് ഞമ്മാരെ വെടിക്കെട്ട് പോലെ ഒക്കെയാണ് കത്തിയോട് പോയി. എന്താണ് ദേശപ്പോ വെയിലൊക്കെ മതിയാ? അതാ കുഞ്ചു വെയില് പോരാടമാനെ. നീ ദുബായിൽ നിന്ന് വരുമ്പോ 2 ചാക്ക് കൊണ്ടുവരായിരുന്നില്ലേ? ഔ ദുബായിൽ ഇത്ര ചൂടില്ലാട്ടോടി, ഇവിടെ എന്താ ഒരു ചൂടാണ്. നോക്കിയോട്ടോ ഇപ്പൊ പറയാ അവളുടെ അപ്പന്റെ കഥ. ഇതെന്ത് കോലം, പണ്ട് എന്റെ അപ്പൻ പറഞ്ഞ കഥയാണ്. എന്ത് കഥ? ഈ ദുബായില് എങ്ങനെയാണ് ഇത്ര ചൂട് കൂടിയത്? എങ്ങനെയാണ്? പണ്ട് പാലക്കാട്ടിലെ ആളുകൾക്ക് ചൂട് സഹിക്കാൻ വയ്യാണ്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചൂട് കുറച്ചേരും ചുപ്പുകൊട്ടാ പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്ത് നേരെ കഞ്ചിക്കോട് പോയി 2 കാറ്റാടി വെച്ചു. കാറ്റാടി തിരിഞ്ഞ് ചൂടൊക്കെ കൂടി അങ്ങനെ ദുബായിക്കും പോയി. നിന്റെ തളന്റെ ചൂട് തള്ളു. ഓ കുഴിയിലുള്ള ആൾ എണീച്ചു വരുമല്ലോ.